1,20,000 രൂപ വീട്ടിലെ ചിലവ്. വെറും 6 ദിവസം നിന്നോളോ. ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ഈ 6 ദിവസം നിന്നതിന് 1,20,000 രൂപ ചിലവ്. പിന്നെ വേറെ 25 ലക്ഷത്തിന് മേളിലെ സ്ഥലം മേടിച്ചിട്ടുണ്ട്. മൊത്തം 27 ലക്ഷമായി എല്ലാം ഉൾപ്പെടെ. വീട്ടിലെ ചിലവല്ല ആടാ. 1,20,000 രൂപ 7 ദിവസം. വെറും 6 ദിവസം. 7ാമത്തെ ദിവസം ചേച്ചി ഇവിടെ എത്തി. എൻ്റെ കണ്ണി പൊന്നീച്ച പറഞ്ഞു. അപ്പോൾ പറഞ്ഞ വിശ്വസിക്കില്ല. 30,000 രൂപ ഞാൻ ആദ്യം ഓൾറെഡി ഇട്ടിരുന്നു അമ്മയുടെ അക്കൗണ്ടിലേക്ക്. പിന്നെ അതുകൊണ്ട് 40,000 രൂപ എടുത്തു. പിന്നെ ഈ വസ്തു മേടിച്ചിട്ട് കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടാൻ, അതും എല്ലാം കൂടെ 1 ലക്ഷത്തിനടുത്തായി. പക്ഷേ ചിലവുണ്ടായിട്ട് വീട്ടിൽ നല്ല ചിലവുണ്ടായിരുന്നു. അതാ ഇത്ര ചിലവേ ഉള്ളൂ. ഞാൻ ഗിഫ്റ്റ് അടിച്ച് തരാം. അപ്പോൾ മൈരേ ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 1 വർഷം 1.5 വർഷമായുള്ളൂ. ഞാൻ അതിന് മുന്നേ സേവിങ് കണ്ടിരിക്കും. ഞാൻ വേറെ തുറന്ന കാലം തൊട്ടെങ്കിൽ സേവിങ് ഉള്ള ആളാണ് ഞാൻ 1 പൈസ ചിലവാക്കി കളയാറില്ല. അതെൻ്റെ ഇക്ക കാരണം കേട്ടോ. ആദ്യമൊക്കെ നല്ലപോലെ ചിലവാക്കുന്നു. അതിന് സേവിങ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ 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 ഞാൻ ഡ്രസ്സ് മേടിക്കൽ ചുരുക്കി. അങ്ങനെ ആറ് മാസം കഴിഞ്ഞു. ഞാൻ പോകുന്നുണ്ട്. ഡിസംബറിൽ പോകും. ഹലോ, അതെ, ഞാനിന്ന് രാവിലെ എത്തിയേട്ടാ. ബുർജ് മഹല് നമ്മൾ എക്സിറ്റ് 4ൻ്റെ അടുത്താട്ടോ. എന്ന് വരാനാ? സോഡ, എൻ്റെ സോഡ ഒന്നും പറയണ്ട. ഇപ്പോൾ ഒരു കസ്റ്റമർ കിട്ടി. എൻ്റെ പൊന്നു മോന് ഇത്രാവശ്യം വലിയ സാധനം എൻ്റെ സോഡ. വെക്കണം പറഞ്ഞു വിട്ട് കല്ലിയല്ലേ. എടാ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യണ്ട. നിനക്ക് വേണ്ടി കുളിപ്പിക്കുന്ന കാരണം ഞാൻ നല്ല നെയ്റ്റിട്ട് കൊണ്ടുപോകുന്നു. എല്ലാ ദിവസവും ഒരു നെയ്റ്റിട്ട് കുളിച്ചാൽ ശരിയാവില്ല. ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് പോരാ. മലപ്പുറം അതുകൊണ്ട് ഞാൻ കുറേ നെയ്റ്റ് തയ്പ്പിച്ചു കൊടുക്കുന്നു. ഏതായാലും നിന്നെ കുളിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുതിയ നെയ്റ്റ് തയ്പ്പിച്ചു. ചേസ് അജ്മാനെ, നീ ഇവിടെ ഉണ്ടാ? ഒരു വെക്കടിച്ചടാ അജ്മാനെ. ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. നമുക്ക് രണ്ടുപേർക്ക് കല്യാണം കഴിച്ചാൽ അജ്മാനെ. നീ പൊളിക്കും ടിക്ടോക്ക്. ഓ നമ്മോ, എൻ്റെ കിങ് ഓഫ് അജ്മാനും ബിജിയും തമ്മിലോ എന്തായിരിക്കും ആൾക്കാരാ പറച്ചില്ലേ. ചേരേണ്ടവർ തമ്മിൽ ചേർന്നത്. ഗെയിം കളിച്ച് ഞാൻ അജ്മാനെ കൊണ്ടുപോയി എന്ന് പറയും. കുണ്ണ നിൻ്റെ അമ്മയുടെ പൂറ്. എടാ ഞാൻ നാട്ടിലല്ല, ഇവിടെ എത്തി. ഇപ്പോൾ ഞാൻ തെറി പറയാൻ തുടങ്ങും. തെറി പറച്ചിൽ നിർത്തിയേക്കാണ്. പോടാ.